സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ പങ്കിനെക്കുറിച്ച് ഇന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് രാഷ്ട്രീയം മാറ്റിവെച്ച് ചരിത്രത്തിലെ രേഖകൾ മാത്രം നോക്കാം. വിനായക് ദാമോദർ സവർക്കർ 1883 ജനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ റവല്യൂഷണറി ആക്ടിവിറ്റീസിൽ അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ സജീവമായിരുന്നു. പിന്നീട് അദ്ദേഹം ലണ്ടനിലെത്തി. അവിടെ ഇന്ത്യ ഹൗസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. 1910 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ആകെ 50 വർഷത്തെ തടവിന് വിധിക്കപ്പെട്ടു. അദ്ദേഹത്തെ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്കാണ് അയച്ചത്. അവിടെ അദ്ദേഹം വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലാണ് മറ്റൊരു പ്രധാന വിഷയം വരുന്നത്. ബ്രിട്ടീഷ് സർക്കാരിന് സവർക്കർ നൽകിയ മേഴ്സി പെറ്റീഷൻ. 1913, 1914, 1920 തുടങ്ങിയ വർഷങ്ങളിലെ പെറ്റീഷൻസിന്റെ രേഖകൾ ഇന്ന് ലഭ്യമാണ്. അവയിൽ മോചനത്തിനും ചില സാഹചര്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാരിനോട് സഹകരിക്കാമെന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സവർക്കറിനെ എങ്ങനെ വിലയിരുത്തണം? അദ്ദേഹത്തിന്റെ റവല്യൂഷണറി പ്രവർത്തനങ്ങളും തടവ് ജീവിതവും പിന്നീട് നൽകിയ പെറ്റീഷനും എല്ലാം കൂടി നോക്കിയാലേ ചരിത്രത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. ചരിത്രം ഒരു വാക്കിൽ തീർക്കാനുള്ളതല്ല. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു.